അപ്പോൾ നമ്മൾ PK ലേണിങ്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്കാണ്. ക്ലാസ്സിൽ നമ്മൾ എക്സസൈസിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കെന്ന് വേണമെങ്കിൽ പറയാം. എക്സസൈസിൻ്റെ എക്സാമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ്, അപ്പോൾ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസുകൾ 1968 റൂൾസുകളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അബ്കാരി ആക്ട് പഠിച്ചപ്പോൾ ആക്ടിനകത്ത് കണ്ട എല്ലാ പ്രൊവിഷൻസിനകത്തും ആ പറയുന്ന പ്രൊവിഷൻസിൽ തന്നെയാണ് റൂളുകളും ഉള്ളത്. അപ്പോൾ ആ റൂളുകളുമായിട്ട്, കാരണം അതിൽ നമ്മൾ ഓരോ തരത്തിലുള്ള ഓരോ തരത്തിലുള്ള ഡിസ്റ്റിലറീസ് ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഓരോ പവറുകളാണെങ്കിലും എല്ലാത്തിനെയും കുറിച്ച് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ റൂളുകൾ അനുസരിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൂളുകൾ എന്ന് പറയുന്നത് സമയാസമയങ്ങളിൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ് കൺസേൺഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. നമ്മളിന്ന് അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് കൈൻഡ് ഓഫ് ബോണ്ട് ഫോം ഷുഡ് ബി യൂസ്ഡ് ഫോർ ദി ഇമ്പോർട്ട് ഓഫ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, ഗ്രേപ്പ് സ്പിരിറ്റ് ഓർ മാൾട്ട് സ്പിരിറ്റ് ടു ദ ഡിസ്റ്റിലറി ഇൻ ദ സ്റ്റേറ്റ് എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തെ ഒരു ഡിസ്റ്റിലറിയിലേക്ക് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഗ്രേപ്പ് സ്പിരിറ്റ് അല്ലെങ്കിൽ മാൾട്ട് സ്പിരിറ്റ് എന്നിവ ഇറക്കുമതി ചെയ്യുന്നതിന് ഏത് തരത്തിലുള്ള ബോണ്ട് ഫോമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഡിസ്റ്റിലറിയിലേക്ക് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളുകളോ അതല്ലെങ്കിൽ ഗ്രേപ്പ് സ്പിരിറ്റുകളോ മാൾട്ട് സ്പിരിറ്റുകളോ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോമുകൾ, അതായത് നമ്മളിത് പഠിക്കുന്നത് ഈ സെക്ഷൻ പഠിക്കുന്നതിൻ്റെ അബ്കാരി ആക്ടിലെ ലൈസൻസുകളുമായി ബന്ധപ്പെട്ടാണ്. സ്റ്റേറ്റിലേക്ക് നമ്മൾക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇറക്കുമതി ചെയ്യാം, അതിനെ ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ റൂള് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ പറയുന്നതാണ് സ്പെഷ്യൽ ബോണ്ടാണ് ഇൻ ദ ഫോം 7 എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം റൂളുകളിലാണ് പറയുന്നത്. അതിൻ്റെ റൂളുകളിൽ പറയുന്നത് ഏത് ഫോമാണ് സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെയും ഗ്രേപ്പ് സ്പിരിറ്റിൻ്റെയും മാൾട്ട് സ്പിരിറ്റും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം നമ്പർ 7 എന്ന് പറയുന്നത്. അതായത് ഫോം 7ലെ സ്പെഷ്യൽ ബോണ്ടുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ബോണ്ട് കൊടുത്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് കൈൻഡ് ഓഫ് ബോണ്ട് ഫോം ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് സ്പിരിറ്റ് ടു എ ഫോറിൻ ലിക്വർ കോമ്പൗണ്ടിങ്, ബ്ലെൻഡിങ് ആൻഡ് ബോട്ട്ലിംഗ് യൂണിറ്റ് ഇൻ ദ സ്റ്റേറ്റ് എന്നുള്ളതാണ്. അതായത് അപ്പം സംസ്ഥാനത്തെ ഒരു വിദേശ മദ്യ കോമ്പൗണ്ടിങ്, അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് ഉണ്ട്, ബ്ലെൻഡിങ് ഉണ്ട്, ബോട്ടിലിങ്ങിന്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ബോണ്ട് ഫോമാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ അതിൽ പറയുന്നത് സ്പെഷ്യൽ ഫോം എന്ന് പറയുന്നത് ജനറൽ ബോണ്ട് ഇൻ ഫോം 2 ആണ് പറയുന്നത്. അപ്പോൾ ഓരോന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ തൊട്ട് മുമ്പിൽ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിലേക്ക് ഈ തരത്തിലുള്ള മാൾട്ട് സ്പിരിറ്റുകൾ, ഗ്രേപ്പ്, ന്യൂട്രലൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഫോം 7 ആണെങ്കിൽ, അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്പോർട്ട്, അത് നേരത്തെ നമ്മൾ ഇനി ഇമ്പോർട്ട് ചെയ്യുന്നതിനാണ് സ്പിരിറ്റ് ടു വിദേശ മദ്യ കോമ്പൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫോറിൻ ലിക്വർ കോമ്പൗണ്ടിങ്ങിനും ബ്ലെൻഡിങ്ങിനും ബോട്ടിലിങ്ങിനും വേണ്ടിയിട്ട് ജനറൽ ഫോം ഇൻ 2 ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: താഴെ പറയുന്നതിനകത്ത് ശരിയായ ഒരു പ്രസ്താവന തിരഞ്ഞെടുക്കണം. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എമംഗ് ദി ഫോളോയിങ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് പറയുന്നത്: ഓൾ ഓപ്പറേഷൻസ് ഇൻ റിലേഷൻ ടു അരാക്ക് പ്രൊഹിബിറ്റഡ് എന്നുള്ളതാണ്. അരാക്ക് എന്ന് പറയുന്നത് ഒരു തരം മദ്യമാണ്. അപ്പോൾ അരാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റിലേഷൻസ് ആൻഡ് എല്ലാ ഓപ്പറേഷൻസും അരാക്കുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇതിനാൽ നിരോധിച്ചിരിക്കുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. രണ്ടാമത് പറയുന്നത് അരാക്ക് എന്ന് പറയുന്നത് ടോട്ടലി പ്രൊഹിബിറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് വിത്ത് ഇഫക്റ്റ് ഫ്രം 1 ഏപ്രിൽ 1996 എന്ന് പറയുന്നു. 1996 ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്ത് അരാക്ക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: നോ പേഴ്സൺ ഷാൽ മാനുഫാക്ചർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, പൊസസ്, സ്റ്റോർ, ഡിസ്ട്രിബ്യൂട്ട്, ബോട്ടിൽ ഓർ സെൽ അരാക്ക് ഇൻ എനി ഫോം എന്നുള്ളത്. ഒരു വ്യക്തിയും, നോ പേഴ്സൺ എന്നുള്ളതാണ്, ഇത് നിർമ്മിക്കുക, ഇമ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ ട്രാൻസ്പോർട്ട് ചെയ്യാനോ പൊസസ് ചെയ്യാനോ പാടില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്:
ഈ അറാക്ക് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റഡ് ത്രൂ ദ സ്റ്റേറ്റ് വിത്ത് എ വാലിഡ് ട്രാൻസിസ്റ്റ് പെർമിറ്റ്. ഇത് നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസിസ്റ്റ് പെർമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് റൂളാണ്. അപ്പോൾ ഇതിൽ പറയുന്ന എന്താണ്, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, അറാക്കിനെ നമ്മൾക്കൊരു ട്രാൻസിസ്റ്റ് പെർമിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് പറയുന്നു, നമ്മൾക്ക് അതിനെ സംസ്ഥാനത്തിൽ കൈമാറാൻ സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ പറയുന്നത് ഇത് എല്ലാം ഓൾ ദി എബവ് ആണ് ആൻസറിൽ പറയുന്നത്. അതായത് ഈ ഓപ്പറേഷൻസ് പ്രൊഹിബിറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഹിബിറ്റഡ് ആണ്. ഇതിനെ ടോട്ടലി ഈ പറയുന്ന സംഗതികൾ പ്രൊഹിബിറ്റഡ് ആണ്. ഇതിനെ ഈ പറയുന്ന ആൾക്കാർക്ക് ഇതിനെ നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ സൂക്ഷിക്കാനോ ഒന്നും പാടില്ല. ഇതെല്ലാം എന്ന് പറഞ്ഞ് ട്രാൻസിസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? വാലിഡ് ട്രാൻസിസ്റ്റ് പെർമിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. സോ അപ്പം നമുക്ക് പെർമിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത നാലാമത്തെ ചോദ്യം ഇതാണ്, ഓഫ് ദ ഫോളോയിങ് പിക്ക് ഔട്ട് എ ബെയിലബിൾ ഒഫൻസ് അണ്ടർ ദി അബ്കാരി ആക്ട് എന്നുള്ളതാണ്. അബ്കാരി ആക്റ്റുകളിൽ അതായത് എന്താണ്, ഒരു ബെയിലബിൾ ഒഫൻസാണ്. പിക്ക് ഔട്ട് എ ബെയിലബിൾ ഒഫൻസ് അണ്ടർ ദി അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. ബെയിലബിൾ ഒഫൻസ് ആണ് ചോദിക്കുന്നത്. ഇതിൽ ആൻസർ പറയുന്നത് ഇതാണ്, 55-ന്റെ ഇ ആണ് എന്ത് പറയുന്നത്, ബെയിലബിൾ ഒഫൻസ്, ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ് അത് പറയുന്നത്. നാലാമത്തെ പോയിന്റ്. ഇനി അടുത്തതാണ് ബെയിലബിൾ ഒഫൻസ് അണ്ടർ ദി അബ്കാരി ആക്ട്. അടുത്ത ചോദ്യം ഇത് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതും 55-ന്റെ ഇ തന്നെയാണ്. അടുത്ത് പറയുന്നത് ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളത്, തെറ്റായ ഒരു പ്രസ്താവന ഇതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കണം. ഇതിൽ പറയുന്നത് ഒന്ന്, നോ ലിക്വർ ഷാൽ ബി ഇമ്പോർട്ടഡ് വിത്തൗട്ട് അതോറിറ്റി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അധികാരമില്ലാതെ, അതായത് അതോറിറ്റി ഇല്ലാതെ ഒരു ലിക്കറും ഒരു മദ്യവും ഇറക്കുമതി ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അധികാരമില്ലാതെ അതോറിറ്റി ഇല്ലാതെ മദ്യത്തിനെ എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നോ ലിക്കർ എക്സീഡിങ് ദ നോട്ടിഫൈഡ് ലിമിറ്റ് ഷാൽ ബി ട്രാൻസ്പോർട്ടഡ് വിത്തൗട്ട് പെർമിറ്റ്. അപ്പോൾ ഈ നോട്ടിഫൈഡ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ എന്താണ് ലിമിറ്റിൽ കൂടുതൽ എന്ത് ചെയ്യാനും പാടില്ല, പെർമിറ്റ് ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അടുത്തത് കള്ള് ടാപ്പിങ്ങിനായിട്ട് എന്താണ് സൗജന്യമായിട്ട് ടോഡി ടാപ്പിംഗ് കനോട്ട് ബി ഗ്രാൻറ്റഡ് ഫ്രീ ഓഫ് ടാക്സ് എന്നുള്ളതാണ്. അപ്പം സൗജന്യമായിട്ട് ഇത് അനുവദിക്കാൻ പറ്റത്തില്ല. ടോഡി ടാപ്പിംഗ് എന്താണ് ടാക്സബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ടോഡി ടാപ്പിംഗ് എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം എന്താണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനകത്ത് നമ്മൾക്ക് അതോറിറ്റി ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതോറിറ്റി ഉണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നോട്ടിഫൈഡ് ലിമിറ്റിൽ കൂടുതൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പെർമിറ്റ് ആവശ്യമാണ്. എന്നാൽ ടോഡി ടാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്, സൗജന്യമായിട്ടും അനുവദിക്കാവുന്ന ഒരു കേസാണ്. അതാണ് ആൻസർ പറയുന്നത്. 6-ന്റെ ആൻസർ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു നമ്മൾക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. അതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എക്സൈസ് കമ്മീഷണർ ഈസ് ആൻ ഓതറൈസ്ഡ് ഓഫീസർ അണ്ടർ ദി അബ്കാരി ആക്ട് എന്ന് പറയുന്നു. അബ്കാരി നിയമപ്രകാരം എക്സൈസ് കമ്മീഷണർ അംഗീകൃത ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഒരു ചോദ്യം പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, നിയമപ്രകാരം മാക്സിമം ആൽക്കഹോളിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേരളത്തിൽ എന്താണ് വിൽക്കേണ്ട വീഞ്ഞിൻ്റെ പരമാവധി അളവാണ്. അപ്പോൾ വീഞ്ഞിൻ്റെ പരമാവധി ആൽക്കഹോളിക് ശക്തി എന്ന് പറയുന്നത് 12% ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. മൂന്നാമത് പറയുന്നത് സ്പിരിറ്റ്, അതുപോലെ തന്നെ പ്രീ ട്രയൽ ഡിസ്പോസൽ ഈസ് അലൗഡ് ഫോർ സ്പിരിറ്റ്, അരാക്ക്, IMFL ആൻഡ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് എന്ന് പറയുന്നു. അതായത് ഈ പ്രീ ട്രയൽ ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും വസ്തുതകളുമായി ബന്ധപ്പെട്ട് ഒരു കേസ് വരികയും ഇതിനെയൊക്കെ പിടിച്ചെടുക്കുകയും ഈ പറയുന്ന മദ്യം അങ്ങനെയൊക്കെയുള്ളതിനെ നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിചാരണയ്ക്ക് മുമ്പ് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്, അതിനെ നശിപ്പിച്ച് കളയാനുള്ള നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് അനുവദനീയമാണ് എന്നാണ് ഒരെണ്ണം പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് പറയുന്നത്, കമ്മീഷണർ വ്യക്തമാക്കിയ അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ അടങ്ങിയ വിഭവങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അതായത്
പൊസഷൻ ഓഫ് പ്രിപ്പറേഷൻസ് കണ്ടെയ്നിങ് ലിക്വർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ഇൻ എക്സസ് ഓഫ് ദ ക്വാണ്ടിറ്റി സ്പെസിഫൈഡ് ബൈ ദ കമ്മീഷണർ എന്നുള്ളതാണ്. അപ്പോൾ കമ്മീഷണർ വ്യക്തമാക്കി അളവിൽ കൂടുതൽ കൈവശം വെച്ചിരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നതാണ് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതിൽ നിന്ന് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇതാണ് പറയുന്നത്. എന്താണ് 4ാമത്തെ ഡി ആണ് അതിൻ്റെ ആൻസർ പറയുന്നത്. പൊസഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ഇൻ എക്സസ് ഓഫ് ദ ക്വാണ്ടിറ്റി സ്പെസിഫൈഡ് ബൈ ദ. അപ്പോൾ കമ്മീഷണർ അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ എന്ത് കൈവശം വെക്കാനോ മദ്യമോ ലഹരി വസ്തുക്കളോ അടങ്ങിയ വിഭവങ്ങൾ കൈവശം വെക്കാൻ നമ്മൾക്ക് എന്താണ് റൈറ്റ് ഇല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്തുനിന്ന് ഈ പറയുന്ന എന്താണ് ഒരു തെറ്റായ പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ കേസ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് എവിടുന്നാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് വൺ ഓഫ് എ പർച്ചേസർ ഓഫ് ടോഡി ഷോപ്സ് വെയർ ദ ഷോപ്സ് ആർ പർച്ചേസ്ഡ് ബൈ എ ഗ്രൂപ്പ് എന്നുള്ളതാണ്. അതായത് ഒരു സംഘം കടകൾ വാങ്ങുന്ന കള്ളുഷാപ്പുകളിൽ അത് വാങ്ങുന്നവർ ഒരാൾ മരിച്ച സംഭവത്തിൽ. അപ്പോൾ എന്താണ് ഇപ്പോൾ ചോദ്യം ഇതാണ്, ഒരു സംഘം എന്ന് പറയുന്നത് കുറേ പേര് ഒരുമിച്ച് ചേർന്ന് കുറേ കടകൾ വാങ്ങുന്നു, അല്ലെങ്കിൽ കള്ളുഷാപ്പുകൾ വാങ്ങുന്നു. അതിൽ ഒരാൾ മരിച്ച കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 3-4 പേര് ഒരുമിച്ച് ചേർന്ന് ഒരു 1 അതിലധികമോ ഈ പറയുന്ന മദ്യഷോപ്പുകൾ കള്ള് ഷോപ്പുകൾ എന്ന് പറയുന്നത് കള്ള് ഷാപ്പുകൾ വാങ്ങുന്നു. അതിനകത്ത് വൺ ഓഫ് ദ പേഴ്സൺ ഒരു ഫേം പോലെ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം പോലെ ഒരാൾ മരിച്ചു പോകുന്നു എങ്കിൽ ഇനി പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായിട്ടുള്ള ഒരു സംഗതി തിരഞ്ഞെടുക്കണം. ഓക്കെ, ഒന്ന് പറയുന്നത് മറ്റ് പ്രത്യേക അവകാശ ഉടമകൾക്ക് കടകൾ. ആദ്യം പറയുന്നതാണ് അതർ പ്രിവിലേജ് ഹോൾഡേഴ്സ് വിൽ ബി പെർമിറ്റഡ് ടു റൺ ദ ഷോപ്പ് എന്ന് പറയുന്നു. അതായത് 4-5 പോട്ടെ 2-3 പേര് ചേർന്നൊരെണ്ണം ഒരു ഷോപ്പ് മേടിക്കുന്നു. അതിനകത്ത് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ മറ്റ് 2 പേർക്കും എന്താണ് മറ്റ് 2 പേരെ നമ്മൾ എന്താണ് പ്രിവിലേജ്ഡ് ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. അതായത് പ്രത്യേക അവകാശ ഉടമകളാണ്. 3 പേര് ചേർന്നൊരു സംഗതി മേടിച്ചു കഴിഞ്ഞാൽ ഒരാളില്ലാത്തിടത്തോളം കാലം മറ്റുള്ള 2 പേർക്കും അതിൻ്റെ അവകാശമുണ്ട്. ആ ഉടമ്പടിയിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എന്താണ് അതർ പ്രിവിലേജ് ഹോൾഡേഴ്സ് വിൽ ബി പെർമിറ്റഡ് ടു റൺ ദി ഷോപ്പ് എന്ന് പറയുന്നു. മറ്റ് പ്രത്യേക അവകാശ ഉടമകൾക്ക് കടകൾ പ്രവർത്തിപ്പിക്കുവാനുള്ള അനുവാദം നൽകുമെന്ന് പറയുന്നു. രണ്ടാമത്തെയാണ് മരിച്ച ആളുടെ നിയമപരമായ അവകാശികൾക്ക് പ്രത്യേക അവകാശം ലഭിക്കുന്നതിനുള്ള ഓപ്ഷനില്ല. ലീഗൽ ഹയേഴ്സ് ഓഫ് ദ ഡിസീസ്ഡ് വിൽ നോട്ട് ഗെറ്റ് ആൻ ഓപ്ഷൻ ഫോർ ഗെറ്റിംഗ് ദ പ്രിവിലേജ്. അപ്പോൾ ഒരു 1, 2, 3 പേര് ചേർന്ന് 4 പേര് ചേർന്ന് ഒരു ഷോപ്പ് മേടിക്കുകയും ഒരാൾ മരിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഇവർക്ക് 2 പേർക്കും എന്താണ് കട പ്രവർത്തിപ്പിക്കാനുള്ള അനുവാദം കൊടുക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഈ മരിച്ചു പോയ ആളുടെ ലീഗൽ ഹയേഴ്സിന് എന്ത് കിട്ടുകയില്ല. ഡിസീസ്ഡ് പേഴ്സൻ്റെ മരിച്ചുപോയ വ്യക്തിയുടെ എന്താണ് ഈ ലീഗൽ ഹെയേഴ്സ് എന്ന് പറയുന്ന നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് എന്താണ് ഈ കട അല്ലെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അധികാരം കിട്ടില്ല. അടുത്തത് ലീഗൽ ഹെയേഴ്സ് ഓഫ് ദ ഡിസീസ്ഡ് വിൽ ഗെറ്റ്. ആദ്യത്തത് വിൽ നോട്ട് ആണെങ്കിൽ അടുത്ത പറയുന്ന ഓക്കെ അവർക്ക് അധികാരം കിട്ടും. മൂന്നാമത്തത് ഈ നിയമപരമായ അവകാശികൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നീഡ് ടു ഫർണിഷ് ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നു. അവരെന്ത് ചെയ്യേണ്ടി വരും? ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ കൈമാറ്റം ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇൻകറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ബാക്കി ഇനി ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മളൊരു കോമൺ സെൻസിൽ നോക്കിയാലും മതി. എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3-4 പേര് ചേർന്ന് എടുക്കുന്നതിനകത്ത് ഒരാളില്ലെങ്കിൽ മറ്റ് അവകാശികൾക്ക് പ്രത്യേക അനുമതിയോടുകൂടി അവർ റൺ ചെയ്യുന്നത് എന്താണോ അത് പ്രവർത്തിക്കാനുള്ള അധികാരം കിട്ടും. എങ്ങനെയാണെങ്കിലും ലീഗൽ ഹയേഴ്സിന് ഒരു അവകാശം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടാമത്തതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻകറക്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അടുത്തതാണ് എന്താണ് AC എന്ന് പറയുന്നത്? അത് എന്താണ്? ഒരു തരം വീഞ്ഞാണോ? കൈൻഡ് ഓഫ് അബ്കാരി ആക്ട് പ്രകാരം ഇതെന്താണെന്നാണ് ചോദിക്കുന്നത്. വീഞ്ഞാണോ അതല്ലെങ്കിൽ എന്താണ് ഒരു ഡീനാച്ചുറൻ്റ് ആണോ? ഡീനാച്ചുറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ലഹരി വസ്തുക്കൾ അങ്ങനെയുള്ളതാണോ? ബിയർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഈ ഫെർമെൻറ്റേഷൻ വഴി പുളിപ്പിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ബിയറാണോ? അതല്ലെങ്കിൽ ഇതൊന്നുമല്ല. എന്താണ് ഈ AC എന്ന് പറയുന്നത്? ആൻസർ ഇതാണ്. ആൻസർ പറയുന്നത് ബിയർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെൻറ്റേഷൻ എന്നുള്ളതാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇതെന്താണ്? ബിയർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ മീനിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്.
അബ്കാരി നിയമപ്രകാരം അണ്ടർ ദി അബ്കാരി ആക്ട് ഏത് സെക്ഷനാണ് അബ്കാരി ഓഫീസർമാർക്ക് പോലീസ് ഓഫീസറിൻ്റെ സെയിം അധികാരം കൊടുക്കുന്നത്? അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമാനമായ അധികാരങ്ങൾ ഉണ്ടായിരിക്കാൻ. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് അബ്കാരി കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇത് ആരെ പോലെ തന്നെ പോലീസ് ഓഫീസേഴ്സിന് ആ ഒഫൻസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അതിനെ അധികാരങ്ങളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സമാനമായ അധികാരങ്ങൾ ഉണ്ടായിരിക്കാൻ അബ്കാരി ഉദ്യോഗസ്ഥർക്ക് ഏത് വകുപ്പാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതനുസരിച്ച് പറയുന്നത് സെക്ഷൻ ഇതാണ്. ഈ പറയുന്ന സെക്ഷൻ ഒന്നുമല്ല, 29 അല്ല, 33 അല്ല, 34 അല്ല. ആൻസർ ഇതാണ്. ഈ ആക്ട് അനുസരിച്ച് പറയേണ്ടത് എന്താണ്? ഈ പറയുന്ന 3 സെക്ഷൻസും അല്ല. ഇനി ഈ പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാം തന്നെ നമ്മൾ അബ്കാരി ആക്ടിനകത്ത് കണ്ടിട്ടുള്ളതാണ്. ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണ് അബ്കാരി ആ ഓഫീസർമാർക്ക് ഈ പറയുന്ന പ്രൊവിഷൻ ഈ അധികാരമുള്ളത് എന്ന് പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കള്ള് ചെത്തുന്നതിനായിട്ട് മരങ്ങളുടെ പണിഷ്മെൻറ്റ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ദ സ്പാറ്റസ് ഓഫ് ദ ട്രീസ് ഫോർ ടാപ്പിംഗ് ടോഡി എന്നുള്ളതാണ്. അപ്പോൾ കള്ള് ചെത്തുന്നതിനായിട്ട് മരങ്ങളുടെ സ്പാത്തുകൾ തയ്യാറാക്കുന്നതിനുള്ള ശിക്ഷ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് അതിൻ്റെ ആൻസർ പറയുന്നത്. നോക്കാം. 1 ഇയറും അതുപോലെ തന്നെ ഫൈൻ എന്ന് പറയുന്നത് 10,000 ആണോ, 2 വർഷവും 25,000 രൂപയാണോ, അതല്ല എന്നുണ്ടെങ്കിൽ 3 വർഷവും 50,000 രൂപയാണോ, അതോ ഇതൊന്നുമല്ലേ എന്ന് ചോദിക്കുന്നതിനകത്ത് അതിൻ്റെ ആൻസർ ഇതാണ്. കള്ള് ചെത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് മരങ്ങളുടെ സ്പാത്തുകൾ തയ്യാറാക്കുന്നതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഫൈൻ 1 ഇയർ വരെയും ഇംപ്രിസൺമെൻറ്റും, അതുപോലെ തന്നെ ഒന്നുകിൽ 1 ഇയർ വരെ അല്ലെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് എത്ര വരെ പോകാവുന്നതാണ്? 10,000 റുപ്പീസ് വരെ പോകാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. അതായത് കമ്മീഷണർ വ്യക്തമാക്കിയ അളവിനെക്കാട്ടിൽ കൂടുതൽ ഏതെങ്കിലും തയ്യാറെടുപ്പിൽ നിർമ്മാണത്തിലോ മദ്യമോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്നെങ്കിൽ, അതായത് ഓരോന്നും തയ്യാറാക്കുന്നതിനകത്ത് അപ്പം നമ്മൾ ഫോറിൻ ലിക്കർ, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, അതേപോലെ തന്നെ ബിയർ ആണെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള മദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം ഉപയോഗിക്കേണ്ട ക്വാണ്ടിറ്റികൾ എക്സൈസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിൻ്റെ റൂൾസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ what is the punishment for use of alcohol or intoxicating drug in the manufacture of any preparation എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തയ്യാറെടുപ്പിൻ്റെ നിർമ്മാണത്തിൽ മദ്യമോ ലഹരി വസ്തുക്കളോ അളവിൽ കൂടുതൽ, കമ്മീഷണർ പറഞ്ഞിട്ടുള്ള അളവിൽ കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ പണിഷ്മെൻറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത് എത്രയാണ്? ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് 2 വർഷം വരെയോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 2 വർഷം വരെയോ, അതല്ലെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് 5,000 റുപ്പീസ് വരെയോ പോകാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ആൻസർ. എ ആണ് അതിൻ്റെ ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പണിഷ്മെൻറ്റ് ഫോർ കൗണ്ടർഫീറ്റിംഗ് എനി ലേബൽ ഓർ സെക്യൂരിറ്റി സ്റ്റിക്കർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ സെയിൽ ഓഫ് ലിക്കർ എന്നുള്ളതാണ്. അതായത് മദ്യം വിൽക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലേബലോ സെക്യൂരിറ്റി സ്റ്റിക്കറോ ഇതൊക്കെ വ്യാജമായിട്ട് നിർമ്മിച്ചാലുള്ള ശിക്ഷ. അതായത് കൗണ്ടർഫീറ്റിംഗ് ലേബൽ ഓർ സെക്യൂരിറ്റി സ്റ്റിക്കർ അതായത് മദ്യം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലേബലുകൾ, സെക്യൂരിറ്റി സ്റ്റിക്കറുകളിനെല്ലാം എങ്ങനെയാണ് ഈ കൗണ്ടർഫീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വ്യാജമാക്കി കഴിഞ്ഞാൽ, വ്യാജ നിർമ്മാണത്തിലൂടെ അതിനുണ്ടാക്കി കഴിഞ്ഞാൽ എന്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്, അതിനുള്ള ശിക്ഷ ഇതാണ്. ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് 5 വർഷമോ, അതല്ല ഒന്നുകിൽ 5 ഇയർ വരെ, അല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് 1 lakh വരെ പോകാവുന്നതാണ്. 5 ഇയർ ഓർ എത്ര പോകാണ്? 1 lakh പോകാവുന്നതാണ്. ഇതാണ് അതിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. അതിൻ്റെ ആൻസർ ബി ആണ്. ദെൻ വാട്ട് ഈസ് ദ പണിഷ്മെൻറ്റ് ഫോർ ലൈസൻസി അല്ലെങ്കിൽ പെർമിറ്റ് ഹോൾഡർ ഓർ ദെയർ എംപ്ലോയി fails to produce the license or permit on the demand of any അബ്കാരി ഓഫീസർ എന്നുള്ളതാണ്. അപ്പോൾ ഇതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അബ്കാരി ഓഫീസർ, ഏതെങ്കിലും അബ്കാരി ഓഫീസറുടെ ആവശ്യപ്രകാരം
ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പെർമിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൈവശം വെച്ചിരുന്നാൽ പോരാ. അബ്കാരിയോ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസർമാർ ആവശ്യപ്പെടുകയാണെങ്കിൽ ലൈസൻസോ പെർമിറ്റോ ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഹാജരാക്കുമെന്ന് പറയുമ്പോൾ അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് ഉടമ അല്ലെങ്കിൽ അവരുടെ ജീവനക്കാർ, ഒന്നുകിൽ ഇയാൾ നേരിട്ട് ലൈസൻസുകൾ അല്ലെങ്കിൽ പെർമിറ്റ് ഹോൾഡർ അല്ലെങ്കിൽ ഇവരുടെ ഈ ജോലിക്കാർ എന്ന് പറയുന്നത് ഈ പറയുന്ന പെർമിറ്റ് ഹാജരാക്കാൻ എന്ത് പറ്റിയില്ല, കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം വരെയും, അതല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് 25,000 രൂപ വരെയും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂളുകളാണ്. അപ്പോൾ റൂൾ എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ലൈസൻസി ഹോൾഡറുടെ ഒക്കെ ലൈസൻസ് കൊണ്ടുവരാൻ പറയാമോ എന്നുള്ളതാണ്. ഈ അബ്കാരി ഓഫീസർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട അബ്കാരി ഓഫീസേഴ്സിന് അത് ആവശ്യപ്പെടാമോ? ഓക്കെ, അത് ആവശ്യപ്പെടാം. ആ റൂൾ അനുസരിച്ച് ഈ സെക്ഷൻ അനുസരിച്ച് അവർക്ക് അതുമായി ബന്ധപ്പെട്ട റൂളുകൾ മേക്ക് ചെയ്യാം. ആ റൂൾ അനുസരിച്ച് ആവശ്യപ്പെടുകയും ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നിയമവിരുദ്ധമായിട്ട് വാട്ട് ഈസ് ദ പണിഷ്മെൻറ്റ് ഫോർ ഹൂ എവർ പൊസസസ് എനി ക്വാണ്ടിറ്റി ഓഫ് ലിക്കർ നോയിങ് ദ സെയിം ടു ഹാവ് ബീൻ അൺലോഫുള്ളി ഇമ്പോർട്ടഡ് ട്രാൻസ്പോർട്ടഡ് ഓർ മാനുഫാക്ചർ എന്നുള്ളതാണ്. അതായത് നിയമവിരുദ്ധമായിട്ട് അൺലോഫുള്ളി ഇമ്പോർട്ടഡ് ആണ്. അപ്പം നിയമവിരുദ്ധമായിട്ട് ഇറക്കുമതി ചെയ്തതായോ അതല്ലെങ്കിൽ നിർമ്മിച്ചതോ, അതല്ല എന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് ഇറക്കുമതി ചെയ്തതാണ് അല്ലെങ്കിൽ നിർമ്മിച്ചതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും അളവിൽ മദ്യം കൈവശം വെച്ചിരിക്കുന്ന അവർക്കുള്ള ആൾക്കാർക്കുള്ള ശിക്ഷയാണ്. അപ്പം നമ്മളുടെ കൈവശം വെച്ചിരിക്കുന്നത് ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്ത മദ്യമാണ് എന്നുള്ള, ലൈസൻസ് ഒന്നുമില്ലാതെ തന്നെ ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്ത സംഗതിയാണ്, അതാണ് നമ്മൾ മേടിച്ച് കൈവശം വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മൾ കൈവശം വെച്ചിരിക്കുകയോ അപ്പോൾ അത് അളവിൽ കൂടുതലൊക്കെ കൈവശം വെച്ചിരിക്കുകയോ ചെയ്തിരിക്കുകയെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പ്രസൻറ്റ് ആൻസർ ഇതാണ്, നൺ ഓഫ് ദി എബേണ് 3 ഇയർ അല്ല, 5 ഇയറും അല്ല, 10 ഇയറും അല്ല. അതിൻ്റെ ആൻസർ ഇതിൽ പറയേണ്ട ആൻസർ ഇപ്പോൾ ഈ ആൻസർ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ എവർ സെൽസ് എനി പ്രിപ്പറേഷൻ എന്നുള്ള, അതായത് മദ്യത്തിനോ ലഹരി വസ്തുക്കൾക്കോ അല്ലെങ്കിൽ പകരമായിട്ട് മദ്യത്തിന് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാവുന്നതോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കാരണമായിട്ടുള്ളതോ ആയ ഏതെങ്കിലും മരുന്ന് വിൽക്കുകയാണ് ആൾക്കാർക്കുള്ള അവർക്കുള്ള പണിഷ്മെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ഏതൊരു വ്യക്തിയാണോ ലഹരി വസ്തുക്കൾക്കോ അല്ലെങ്കിൽ മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കുമായിട്ട് പകരമായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചില സംഗതികളുണ്ട്. അപ്പം ചില ആ തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, പകരമായിട്ട് ഉപയോഗിക്കാൻ തരത്തിലുള്ള മരുന്നുകൾ, അതിനെ നമ്മൾ വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ മദ്യം മേടിച്ച് കഴിക്കുന്നതിന് പകരം ഈ മരുന്ന് കഴിച്ചാലും മതി, ആ ഇഫക്റ്റ് കിട്ടും, നമുക്കറിയാം. ആ തരത്തിൽ അങ്ങനെ വിൽക്കുന്ന ആൾക്കാർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് സെക്ഷൻ 58A പ്രകാരമാണ്. 58ൻ്റെ A ആണ് അതിനുള്ള ശിക്ഷ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, റെക്ടിഫൈഡ് സ്പിരിറ്റിൻ്റെ നിയമങ്ങൾക്ക് കീഴിൽ അണ്ടർ ദ റെക്ടിഫൈഡ് സ്പിരിറ്റ് റൂൾസ് അതനുസരിച്ച് ചില സ്ഥാപനങ്ങളെ സ്പിരിറ്റ് കൈവശം വയ്ക്കുന്നതിനുള്ള ലൈസൻസുകൾ എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്, അണ്ടർ ദ റെക്ടിഫൈഡ് സ്പിരിറ്റ് റൂൾസ് സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ടേക്കിംഗ് ഔട്ട് ലൈസൻസ് ഫോർ ദി പൊസഷൻ ഓഫ് സ്പിരിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് നിയമത്തിൻ്റെ കീഴിൽ ചില സ്ഥാപനങ്ങളെ സ്പിരിറ്റ് കൈവശം വയ്ക്കുന്നതിൽ നിന്ന് ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണോ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണോ, റെക്കഗ്നൈസ്ഡ് പ്രൈവറ്റ് കോളേജസ് ആണോ, റെക്കഗ്നൈസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നത് റെക്കഗ്നൈസ്ഡ് പ്രൈവറ്റ് കോളേജുകൾക്ക് എന്തിനുള്ള അവകാശമില്ല, ഈ തരത്തിലുള്ള റെക്ടിഫൈഡ് സ്പിരിറ്റുകൾ സൂക്ഷിക്കുന്നതിന് അതിനുള്ള ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് അതിനുള്ള യൂസ് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാനല്ല ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റില്ല. ദെൻ അടുത്ത ചോദ്യം ഇതാണ്, ബ്രൂവിയർ അല്ലെങ്കിൽ ബിയർ ഉണ്ടാക്കുന്നതിനുള്ള ലൈസൻസ് ഫീസ് എത്രയാണ്? ടു ബ്രൂവിയർ എന്ന് പറയുന്നത്, ബ്രൂവിയർ ഇൻ ദ ബ്രൂവറികളിൽ ബ്രൂവിയർ നിർമ്മിക്കുന്നതിന് ആ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനുള്ള ഫീസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഫീസ് ഇത്രയാണ്. 4 ലക്ഷം രൂപ കൊടുത്തിട്ട് വേണം ബ്രൂവറി വൈൻസുകൾ അല്ലെങ്കിൽ ബ്രൂവിയറുകൾ ഉണ്ടാക്കുന്നതിനുള്ള ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്. ദെൻ
അടുത്ത ചോദ്യം ഇതാണ്. കേരള അബ്കാരി ഗ്രാൻഡ് ഓഫ് റിവാർഡ് റൂൾസ് കേരള അബ്കാരി ഗ്രാൻഡ് ഓഫ് റിവാർഡ് റൂൾസ് 1975 പ്രകാരം എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർമാർക്കുള്ള പരമാവധി ഗ്രാൻഡ് തുക എന്ന് പറയുന്നത് 500 റുപ്പീസാണ്. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദ ലൈസൻസ് ഫീസ്? എന്താണ് RS3 ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനുള്ള ലൈസൻസ് ഫീസ് എത്രയാണെന്നാണ് ചോദ്യം. അത് 1000 റുപ്പീസാണ് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനുള്ള ഫീസ്. ഇനി അടുത്തതാണ്, ഒരു ഡിസ്റ്റിലറിയിലെ IMFLൻ്റെ എന്താണ് കുപ്പിയിലെ വേസ്റ്റേജ് എത്രയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിൻ്റെ വേസ്റ്റേജ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 0.5% ആണ് ഒരു IMFL ബോട്ടിലെ എന്തെന്ന് പറയുന്നത് വേസ്റ്റേജുകൾ വരുന്നത് 0.5% ആണ്. ദെൻ അടുത്ത ചോദ്യം ഇതാണ്. ഒരു വിദേശ മദ്യ കോമ്പൗണ്ടിങ്, ബ്ലെൻഡിങ് ആൻഡ് ബോട്ട്ലിംഗ് യൂണിറ്റിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന റെക്ടിഫൈഡ് സ്പിരിറ്റിൻ്റെ ട്രാൻസിസ്റ്റ് വെയിറ്റേജ് എത്രയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്. ഒരു വിദേശ മദ്യ കോമ്പൗണ്ടിങ്, ബ്ലെൻഡിങ് ആൻഡ് അതുപോലെ തന്നെ ബോട്ട്ലിംഗ് യൂണിറ്റിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റിൻ്റെ ട്രാൻസിസ്റ്റ് വെയിറ്റേജ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ട്രാൻസിസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 0.5% തന്നെയാണ്. ദെൻ ഒരു വൈനറിയിലെ സ്റ്റോക്കിൽ എല്ലാ പൂർത്തിയായ ഉൽപ്പന്നങ്ങളുടെയും 3 മാസത്തിലെ സ്റ്റോക്ക് എടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റേജ് മാക്സിമം എത്ര വരെ ആകാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതാണ്. വാട്ട് ഈസ് ദ ക്വാർട്ടർലി സ്റ്റോക്ക് ടേക്കിംഗ് വേസ്റ്റേജ് ഓൺ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇൻ സ്റ്റോക്ക് ഇൻ എ വൈനറി എന്നുള്ളതാണ്. അപ്പോൾ ക്വാർട്ടർലി സ്റ്റോക്ക് എടുക്കുമ്പോൾ ക്വാർട്ടർലി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ക്വാർട്ടർലി സ്റ്റോക്കുകൾ എടുക്കുമ്പോൾ അതിൽ വരുന്ന വേസ്റ്റേജ് എന്ന് പറയുന്നത് വേസ്റ്റേജ് ഇത്രയാണ് 1% ആണ് അതിൻ്റെ വേസ്റ്റേജ് പറയുന്നത്. ദെൻ who is issuing ട്രീ ടാപ്പിംഗ് ലൈസൻസ് ആസ് പെർ ദി ട്രീ ടാക്സ് റൂൾസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതാണ്. അപ്പോൾ ട്രീ ടാക്സ് നിയമങ്ങൾ അനുസരിച്ച് ട്രീ ടാപ്പിങ്ങിനായിട്ട് ലൈസൻസ് നൽകുന്നത് ആരാണ്? നമ്മുടെ ടോഡി ടാപ്പിംഗ് ഇല്ലേ, അതാണ് ട്രീ ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലൈസൻസ് കൊടുക്കുന്നത് ആരാണ്? അതാണ് ചോദ്യം. അത് ലൈസൻസ് കൊടുക്കുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ് ലൈസൻസ് കൊടുക്കുന്നത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കാണ് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം, റൂളുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഹൂ ഈസ് ദ ലൈസൻസിങ് അതോറിറ്റി ടു ഇഷ്യൂ ലൈസൻസ് ഫോർ ദ റീറ്റെയിൽ സെയിൽ ഓഫ് ഫോറിൻ ലിക്കർ എന്നുള്ളതാണ്. അതായത് വിദേശ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പനയ്ക്ക് വിദേശ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പനയ്ക്ക് ഈ ലൈസൻസ് കൊടുക്കാൻ അധികാരമുള്ള ആൾ ആരാണ് എന്നുള്ളതാണ്. അതിൻ്റെ അധികാരമുള്ളത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. തൊട്ട് മുമ്പേ നമ്മൾ കണ്ടത് ട്രീ ടാപ്പിങ്ങിന് കൊടുക്കുന്നതും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. തൊട്ട് പുറകെ വരുന്ന റീറ്റെയിൽ സെയിൽ ഓഫ് ഈ ഫോറിൻ ലിക്കറിൻ്റെ റീറ്റെയിൽ സെയിലുകൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കാണ്. ദെൻ അടുത്ത ചോദ്യം ഇതാണ്. FL6 ഫോം എന്ന പേരിൽ FL6 ഫോമിൽ പ്രത്യേക അവസരങ്ങളിൽ മദ്യം വിളമ്പുന്നതിനുള്ള ലൈസൻസ് നൽകുന്ന ലൈസൻസിങ് അതോറിറ്റി, അതായത് ഈ ലൈസൻസിങ് നമ്മൾ പഠിച്ചപ്പോൾ ക്ലബ്ബുകൾ, ടെന്നീസ് ക്ലബ്ബുകൾ, പലതരത്തിലുള്ള ക്ലബ്ബുകൾ, അവിടെയൊക്കെ മദ്യം വിളമ്പുന്നതിനും മദ്യം ഉപയോഗിക്കുന്നതിനും ഒക്കെ അധികാരമുണ്ട് എന്ന് പറഞ്ഞു. ആ റൂൾ പ്രകാരം അതിന് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം ആർക്കാണ് എന്നപ്പം ഈ പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക അവസരങ്ങളിൽ ഇതേപോലെ മദ്യം വിളമ്പണം എന്നുണ്ടെങ്കിൽ അതാണ് FL6 എന്ന് പറയുന്നത്. ആ ലൈസൻസ് കൊടുക്കുന്നതിനുള്ള ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണറാണ്. ഡെപ്യൂട്ടിയുമല്ല, എക്സൈസ് കമ്മീഷണർക്കാണ് ആ അധികാരം പറയുന്നത്. അടുത്തത് ഇതാണ് FL8 എന്ന് പറയുന്നത്. അപ്പോൾ ഫോം FL8 ലൈസൻസിൻ്റെ ഇൻ ഫോം FL8 ലൈസൻസ് ഇഷ്യൂസ് ഫോർ എന്നുള്ളതാണ്. എന്തിനാണ് ലൈസൻസ്? FL8 പ്രകാരം ഫോം എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ലൈസൻസ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ഫോർ ദി പൊസഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് IMFL ഇൻ മിലിറ്ററി അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറാണ്, അതാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറുകൾ അത് പൊസസ് ചെയ്യുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആയിട്ട് മിലിറ്ററി ക്യാൻറ്റീനുകളിൽ ആ പറയുന്ന എന്താണ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറുകൾ കൊടുക്കുന്നതും പൊസസ് ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുമുള്ള ഫോമാണ് FL8 എന്ന് പറയുന്ന ഫോം എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് FL1 ആണ് അടുത്ത പറയുന്നത്. FL1 ഷോപ്പ് എന്ന് പറയുന്നത്, FL1 ഷോപ്പ് ഷാൽ പർച്ചേസ് ദ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ഫോർ ദ സെയിൽ ഫ്രം വെയർ എന്നുള്ളതാണ്. ഈ FL1 ഷോപ്പുകൾക്ക് എവിടെ നിന്നാണ് IMFL വിൽപ്പനയ്ക്ക് വാങ്ങുക, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറുകൾ ഇവരെവിടെ നിന്നാണ് വാങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് FL9 ഇതിൽ നിന്നാണ് വാങ്ങുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ളതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ടോഡി ഷോപ്പുകളിൽ ടോഡി നിർമ്മിക്കാനും വിൽക്കാനുമുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ്, അവകാശം വാങ്ങുന്നവർക്ക് ടോഡി ഷോപ്പുകൾ ടോഡി നിർമ്മിക്കാനും വിൽക്കാനുമുള്ള അവകാശം എന്താണ് ഈ ടോഡി ഷോപ്പുകൾ വാങ്ങുന്നവർക്ക് അതിനുള്ള അധികാരം കൊടുക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. രണ്ടാമത്തതാണ് എന്താണ് ഈ അബ്കാരി ഷോപ്സ് ഡിസ്പോസൽ നിയമങ്ങൾ 2002 അനുസരിച്ചാണ് ഈ പ്രിവിലേജുകൾ വാങ്ങുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ പ്രിവിലേജ് ഇതാണ്, എന്താണ് ടോഡി ഷോപ്പ് ലൈസൻസ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതവിടെ നിർമ്മിക്കാനും അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യാനും സെയിൽ ചെയ്യാനും അധികാരമുണ്ട് എന്ന് പറയുന്നു. ആ അധികാരം ഈ റൂൾ അനുസരിച്ചാണെന്ന് രണ്ടാമത്തത് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വിൽപ്പന മുൻകൂട്ടി അറിയിക്കുന്ന സ്ഥലത്താണ് ചെയ്യുന്നത് എന്നാണ് C എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ദ സെയിൽ will be conducted in a place notified in advance എന്ന് പറയുന്നു. നാലാമത് പറയുന്ന ഇതാണ്: വിൽപ്പന ആരംഭിക്കുന്നതിന് കുറഞ്ഞത് 30 ദിവസം മുമ്പ് ഗസറ്റിൽ ഈ വിൽപ്പന വിജ്ഞാപനം അറിയിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒന്ന്, നിങ്ങൾ ടോഡി ഷോപ്പുകൾ വാങ്ങുന്നു ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിൽക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള അവകാശം അത് ഈ പറയുന്ന 2002 റൂൾ അനുസരിച്ചിട്ടാണ്. അത് നേരത്തെ തന്നെ അതിൻ്റെ സ്ഥലവും സമയങ്ങളും ഒക്കെ പറയണം. 30 ദിവസം മുമ്പ് അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഇതിനകത്ത് ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് D ആണ്. അങ്ങനെ എന്താണ് ഈ സെയിൽ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബാക്കിയൊക്കെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഒരു FL1 കടയിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഒരു സമയം എത്ര ലിറ്റർ ബിയർ വിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഹൗ മച്ച് ലിറ്റേഴ്സ് ഓഫ് ബിയർ കുഡ് ബി സോൾഡ് ടു ആൻ ഇൻഡിവിജ്വൽ അറ്റ് എ ടൈം ഫ്രം FL1 ഷോപ്പ് എന്നുള്ളതാണ്. അത് നമ്മൾക്ക് എത്രയാണ്, 6 ലിറ്റർ വരെയാണ് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, FL1 ഷോപ്പുകളിൽ നിന്ന് വിൽക്കാൻ കഴിയുന്നത്. സോ റൂളുകളുമായി ബന്ധപ്പെട്ട് ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഈ റൂളുകളുമായി ബന്ധപ്പെട്ട് അബ്കാരി ആക്റ്റുകൾ തന്നെയാണ്, ആക്ടിൻ്റെ ഓരോ പ്രൊവിഷൻസിലും തന്നെയാണ് നമ്മൾ റൂൾസുകളും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് തന്നെ അതിലുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എന്തായാലും നോക്കാൻ പറ്റി. അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾക്കിനിയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അബ്കാരി ആക്റ്റുമായി എക്സൈസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്രൊവിഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ.